1799 അറബ് ലോകത്ത് ഫ്രഞ്ച് അധിനിവേശം നടക്കുന്ന സമയത്താണ് ഫ്രാൻസിൻ്റെ സംരക്ഷണയിലുള്ള ജൂതന്മാർക്ക് പലസ്തീൻ ഒരു മാതൃരാജ്യമായി വാഗ്ദാനം ചെയ്ത് നെപ്പോളിയൻ പ്രഖ്യാപനം നടത്തിയത്. മേഖലയിൽ ഫ്രഞ്ച് സാന്നിധ്യം സ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയായിരുന്നു അത്. എന്നാൽ മധ്യേഷ്യയിൽ ഒരു ജൂതരാഷ്ട്രത്തെക്കുറിച്ച് നെപ്പോളിയൻ്റെ സങ്കല്പം അന്ന് യാഥാർത്ഥ്യമായില്ല. പക്ഷേ അത് കാലഹരണപ്പെട്ടുമില്ല. പിന്നീട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ ആ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒട്ടോമൻ സാമ്രാജ്യം നാമാവശേഷമായി. പലസ്തീൻ ഭൂമിയിൽ ഒരു ജൂതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. അതേസമയം പലസ്തീനിലേക്കുള്ള ജൂതന്മാരുടെ കൂട്ടക്കുടിയേറ്റത്തെ പിന്തുണയ്ക്കുന്നതിനും ആ ഭൂമിയിലുള്ള ജൂത അവകാശവാദം അംഗീകരിക്കുന്നതിനും സയനിസ്റ്റ് പ്രസ്ഥാനം പാശ്ചാത്യ ശക്തികളിൽ സമ്മർദ്ദം ശക്തമാക്കി. 1917 ബാൽഫോർ പ്രഖ്യാപനത്തിലൂടെ പലസ്തീനിൽ ജൂതർക്കൊരു രാജ്യം എന്ന പദ്ധതിക്ക് ബ്രിട്ടൻ പിന്തുണ പ്രഖ്യാപിച്ചു. ബ്രിട്ടൻ്റെ അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആർത്തർ ജെയിംസ് ബാൽഫോർ ബ്രിട്ടീഷ് സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ബാരൻ റോത്ത്ചൈൽഡിന് എഴുതിയ കത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 1915 സയനിസ്റ്റായി മാറിയ ബ്രിട്ടൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ലോയിഡ് ജോർജ് ഈ കത്ത് അംഗീകരിച്ചു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ബ്രിട്ടീഷുകാർ അവരുടെ പരമാവധി ശ്രമിക്കുമെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. സയനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യക്തമായ വിജയമായിരുന്നു. സയനിസ്റ്റ് കുടിയേറ്റത്തിനായി ജൂതന്മാർ ഭൂമി വാങ്ങിയതോടെ 10,000-കണക്കിന് പലസ്തീനികൾ അതുവരെ താമസിച്ചു വന്നിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പുറത്തായി. ഈ നടപടികൾക്കൊക്കെ ബ്രിട്ടീഷുകാരുടെ സഹായമുണ്ടായിരുന്നു. അതേസമയം ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ പലസ്തീനിലേക്കുള്ള സയനിസ്റ്റുകളുടെ ഒഴുക്കിനെതിരെ തദ്ദേശീയരുടെ വലിയ പ്രതിരോധമുണ്ടായി. ജെറൂസലേമിലെ പലസ്തീൻ നേതൃത്വം സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ബ്രിട്ടീഷുകാരുമായി ചർച്ച തുടരണമെന്ന നിലപാടെടുത്തപ്പോൾ 1922 മുതൽ ഹൈഫയിൽ താമസക്കാരനായിരുന്ന സിറിയൻ നേതാവായ ഇസ് അൽദിൻ അൽ ഖസാം ബ്രിട്ടീഷുകാർക്കും സയനിസ്റ്റുകൾക്കുമെതിരെ സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തു. 1935 അൽ ഖസാമിനെയും സംഘത്തെയും ബ്രിട്ടീഷ് സൈന്യം വളഞ്ഞു പിടികൂടി കൊലപ്പെടുത്തി. പക്ഷേ ഖസാമിൻ്റെ ചെറുത്തുനിൽപ്പും മരണവും പിറന്ന മണ്ണിനായുള്ള പലസ്തീനികളുടെ പോരാട്ടത്തിന് പുതിയ ഊർജ്ജമായിരുന്നു. 1936 ആയപ്പോഴേക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും സയനിസ്റ്റ് കുടിയേറ്റ കൊളോണിയലിസത്തിനുമെതിരെ അറബ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നതുവരെ കാര്യങ്ങളെത്തി. 1939 ആയപ്പോഴേക്കും ബ്രിട്ടീഷുകാർ കലാപത്തെ അടിച്ചമർത്തി. ബ്രിട്ടീഷ് കൊളോണിയൽ സേനയും സയനിസ്റ്റ് സായുധ സംഘങ്ങളെയും ഒരേ സമയം നേരിടുക എന്ന ഗതികേടിലായിരുന്നു അപ്പോൾ പലസ്തീനികൾ. പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തെ ബ്രിട്ടീഷുകാർ പിന്തുണച്ചിരുന്നുവെങ്കിലും ഈ സമയത്ത് അറബ് പ്രതിഷേധം തണുപ്പിക്കാൻ രാജ്യത്തേക്ക് എത്തുന്ന ജൂതന്മാരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തുടങ്ങി. കുടിയേറ്റത്തിൻ്റെ പുതിയ പരിധി സയനിസ്റ്റുകളെ അസ്വസ്ഥരാക്കി. ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ഭീഷണിപ്പെടുത്തി തങ്ങളെ പലസ്തീനിലേക്ക് നാട് കടത്തുന്നതിലേക്ക് നയിക്കുന്നതടക്കം നടപടികളുമായി സയനിസ്റ്റുകൾ മുന്നോട്ട് പോയി. പലസ്തീനികളെ പുറത്താക്കുക എന്ന സയനിസ്റ്റ് തന്ത്രം വളരെ പതുക്കെയുള്ളതും ആസൂത്രിതവുമായ ഒരു പ്രക്രിയയായിരുന്നു. ഇസ്രായേലി ചരിത്രകാരനായ ഇലൻ പാപ്പയുടെ അഭിപ്രായത്തിൽ പലസ്തീനിനെ വംശീയമായി ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകിയ 1947 മാർച്ച് മുതൽ 1948 മാർച്ച് വരെ സയനിസ്റ്റ് നേതാക്കളും സൈനിക കമാൻഡർമാരും പതിവായി യോഗം ചേർന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കും അറബികൾക്കുമെതിരായ സയനിസ്റ്റ് ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ ബ്രിട്ടീഷുകാർ പലസ്തീൻ്റെ ഉത്തരവാദിത്വം പുതിയതായി സ്ഥാപിതമായ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചു. 1947 നവംബറിൽ UN പൊതുസഭ പലസ്തീനിനെ ഒരു ജൂതരാഷ്ട്രമായും അറബ് രാഷ്ട്രമായും വിഭജിക്കാനുള്ള ഒരു പദ്ധതി നിർദ്ദേശിച്ചു. പലസ്തീനിലെ ജൂതന്മാർ ജനസംഖ്യയുടെ 1/3 മാത്രമായിരുന്നു. അവരിൽ ഭൂരിഭാഗവും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരുമായിരുന്നു. ചരിത്രപരമായ പലസ്തീൻ്റെ 5.5% താഴെ മാത്രമേ അവർക്ക് നിയന്ത്രണമുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും UN നിർദ്ദേശപ്രകാരം ഭൂമിയുടെ 55% അവർക്ക് അനുവദിച്ചു. പലസ്തീൻകാരും അറബ് സഖ്യകക്ഷികളും ഈ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു. എങ്കിലും അറബ് ഭൂമിയിൽ ഒരു ജൂതരാഷ്ട്രം എന്ന ആശയത്തെ നിയമാനുസൃതമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സയനിസ്റ്റ് പ്രസ്ഥാനം അത് അംഗീകരിച്ചു. എന്നാൽ നിർദ്ദിഷ്ട അതിർത്തികളോട് അവർ അന്നു മുതൽ കലഹിക്കുന്നുണ്ടായിരുന്നു. ചരിത്രപരമായ പലസ്തീൻ കൂടുതൽ കീഴടക്കാൻ പ്രചാരണം അവർ നടത്തി. 1948 തുടക്കത്തിൽ ബ്രിട്ടീഷ് മാൻഡേറ്റ് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കെ തന്നെ സയനിസ്റ്റ് സൈന്യം ഡസൻ കണക്കിന് ഗ്രാമങ്ങളും നഗരങ്ങളുമാണ് പിടിച്ചെടുത്തത്. ആയിരക്കണക്കിന് പലസ്തീനികളെ മാറ്റിപ്പാർപ്പിച്ചു. ഈ അധിനിവേശങ്ങളിൽ പലതിലും അവർ സംഘടിത കൂട്ടക്കൊലകൾ നടത്തി. സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സന്ദേശം ലളിതമായിരുന്നു: പലസ്തീനികൾ തങ്ങളുടെ ഭൂമി വിട്ടുപോകണം, അല്ലെങ്കിൽ കൊല്ലപ്പെടണം.
1948 മെയ് 15 ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട സമയത്ത് 7.5 ലക്ഷം പലസ്തീനികൾ സ്വന്തം ഗ്രാമങ്ങളും വീടുകളും വിട്ട് പുറത്താക്കപ്പെട്ടുവെന്നാണ് കണക്ക്. നൂറുകണക്കിന് ഗ്രാമങ്ങൾ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു. ഈ കൂട്ടപലായനത്തെ പലസ്തീനികൾ അറബിയിൽ മഹാവിപത്ത് എന്നർത്ഥം വരുന്ന അൽ നഖ്ബ എന്ന് വിളിച്ചു. അത് തുടങ്ങിയിട്ട് സ്വന്തം വീടുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് പലസ്തീനികളെ ആട്ടി ഓടിച്ചിട്ട് 78 വർഷങ്ങൾ തികയുകയാണ്. 78 വർഷങ്ങൾക്ക് ശേഷവും നഖ്ബയുടെ ആ ചരിത്രം അവസാനിച്ചിട്ടില്ലെന്നാണ് കാണാനാവുക. ഇന്നും ലക്ഷക്കണക്കിന് പലസ്തീൻ അഭയാർത്ഥികൾ ജോർദാൻ, ലെബനൻ, ഗാസ, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിയുന്നുണ്ട്. നഖ്ബ വെറുമൊരു ചരിത്രമായിരുന്നില്ല, അത് വർത്തമാനം കൂടിയാണ്. ഭൂമി പിടിച്ചെടുക്കലും കുടിയേറ്റ കോളനികളും ചെക്ക് പോസ്റ്റുകളും സ്ഥാപിക്കലും സൈനിക നിയന്ത്രണവും ഇപ്പോഴും യഥേഷ്ടം തുടരുന്നുണ്ട്. ഇടയ്ക്കിടെ ഇസ്രായേലിൻ്റെ സൈനിക ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീണ്ടും കുടിയൊഴിയേണ്ടി വരുന്നുണ്ട്. സ്വന്തം വീട് വിട്ട് ഓടിപ്പോകേണ്ടി വരുന്നുണ്ട്. നഖ്ബ വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.